ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു തന്ത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ആരുടെ തന്ത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നതെന്നറിയോ? പിശാചിൻ്റെ തന്ത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ വേണം. ഹല്ലേലൂയ, ജീസസ് ക്രൈസ്റ്റ് ഇൻ ദ ഫയർ, ജീസസ് നെയിം. ഹല്ലേലൂയ. നിങ്ങൾ ഈ തന്ത്രം നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഈ തന്ത്രമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ലൈഫിൽ. ഇതറിഞ്ഞിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. അതിൽ ഞാൻ ഒരു കാര്യം പറയാം. ജീസസ് ക്രൈസ്റ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ദൈവം സർവ്വവ്യാപിയാണ്. എന്നാൽ സാത്താനവും ഓരോ സമയം ഒരു സ്ഥലത്ത് മാത്രമേ ആയിരിക്കാൻ സാധിക്കുകയുള്ളൂ. എന്താ പറഞ്ഞിരിക്കുന്നത്? സാത്താൻ ഒരു സ്ഥലത്ത് മാത്രമേ ആയിരിക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവം സർവജ്ഞാനിയാണ്. ദൈവം എന്താണ്? സർവജ്ഞാനിയാണ്. സാത്താനവും തൻ്റെ അനുഗാമികളായ ഭൂതങ്ങളിൽ നിന്നും ഉള്ള അറിവിനെ ആശ്രയിക്കേണ്ടതുണ്ട്. കണ്ടോ? എങ്കിലും തന്നെയും സാത്താൻ സർവ്വലോകത്തെയും വഞ്ചിക്കുന്നവനാകുന്നു. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 12:9 ഇങ്ങനെ പറയുന്നു, അവൻ ഭോഷ്കിൻ്റെ പിതാവത്രേ. യോഹന്നാൻ 8:44 ഇങ്ങനെ പറയുന്നു, ഭൂതങ്ങളെ ഭോഷ്ക് പറയുവാൻ അഭ്യസിച്ചിരിക്കുന്നത് പോലെ അവയും അവനോട് കള്ളം പറയും. മനസ്സിലാവുന്നുണ്ടോ? ഭൂതങ്ങളോട് കള്ളം പറയും. മനസ്സിലാവുന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്. അപൂർണവും ശരിയല്ലാത്തതുമായ വിവരങ്ങളെ ആശ്രയിച്ച് സാത്താൻ പ്രവർത്തിക്കുന്നു. സാത്താൻ പരിമിതിയുള്ളവനാണ്. പലപ്പോഴും ഒന്നോ അധികമോ പിശാചുക്കളിൽ കൂടെ മാത്രമേ അവന് പ്രവർത്തിക്കുവാൻ കഴിയുകയുള്ളൂ എന്നാണ്. ദൈവം സർവശക്തനാണ്. ഹല്ലേലൂയ. ഞാൻ ഈ ഒരു വചനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? പിശാചിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സാത്താൻ ഒന്നോ അല്ലെങ്കിൽ അതിൻ്റെ കൂടുതലും കൂടിയായിരിക്കും നിങ്ങളെ ചിലപ്പോൾ എന്ത് ചെയ്യുക, പിടിച്ചു വച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ദൈവം സർവശക്തനാണ്. അതാണ് ഇന്നത്തെ ദൂത്. ദൈവം ആരാണ്? സർവശക്തനാണ്. യേശു ദൈവമാണെന്ന് നിങ്ങൾ ആദ്യം വിശ്വസിക്കണം. യേശു എന്തുകൊണ്ടാണ് മരിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? ആ യേശുവിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അത് നിങ്ങളുടെ നാക്കുകൊണ്ട് പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ കൈവച്ചിട്ട് പറയണം, യേശുവെ ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു, അങ്ങ് മാത്രമാണ് എൻ്റെ രക്ഷ എന്ന് നിങ്ങൾ പറയണം. അങ്ങനെ പറയുന്ന നിമിഷം തന്നെ യേശു നിങ്ങളുടെ ഉള്ളിൽ വരും. മനസ്സിലാവുന്നുണ്ടോ? ഈ ഭൂതങ്ങൾ നിങ്ങളിൽ നിന്ന് അഴിഞ്ഞു പോകും. നിങ്ങൾ ആരാധനയിൽ പങ്കെടുക്കണം. എവിടെയെങ്കിലും നിങ്ങളുടെ ദേശത്ത് പ്രാർത്ഥിക്കുന്ന ഒരാൾ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും നിങ്ങളുടെ ദേശം നിന്നു പോകുന്നതെന്ന് കർത്താവ് ഇന്ന് ഞാൻ കുടിയെല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പോൾ എന്നോട് സംസാരിച്ചത്. സത്യമായിട്ടും അതെ മക്കളെ. ജീസസ്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇന്നത്തെ ദൂത് ഇതാണ് കേട്ടോ.